السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الذين يفترون على الله الكذب لا يفلحون. متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. يا من على الله افترى كذبا ألا اتق الله رب العالمين. فالكذب على الرحمن عظام جرم ويورث الخزي يوم الدين. لا تقل على الله بغير علم فالحق نور والضلال يبين. فمن صدق الله نال رضوانه ومن كذب خاب خسرانا مبينا. അപ്പൊ ഇവിടെ KH സൂരി മുസ്ലിയാർ ഗ്രൂപ്പ് ലോക്കാക്കിയിട്ട് ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂൽ എന്ന ആയത്തിനെ മറന്നു. ആ മായത്തിന്റെ തഫ്സീർ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി ഇമാം റാസി റഹിമഹുള്ളാന്റെ പേരിൽ പച്ചക്കള്ളം തട്ടിവിട്ടിട്ട് 6 ദിവസം ഒളിച്ചോടി മുങ്ങിട്ട് ഇന്നലെ വിട്ട് 1 മണിക്കൂർ പ്രസംഗിച്ചയാൾ ആ ഗ്രൂപ്പിൽ ഒറ്റക്ക്. അഡ്മിനും ഇയാൾ രണ്ടാൾ മാത്രം അഡ്മിൻ സ്ഥാനം. എനിക്ക് അഡ്മിൻ ഒന്നും തരാണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് 10-15 ദിവസം കഴിഞ്ഞ് 7 ദിവസം മുങ്ങിട്ട് ഇന്നലെ വന്നു 6 ദിവസം മുങ്ങിട്ട്. അപ്പൊ അയാൾ വിട്ട ഒരു ക്ലിപ്പ് ഒന്നും കേട്ടു നോക്കി. തരികിട പരിപാടി എങ്ങനെയല്ല ഒപ്പിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. ശ്രദ്ധിച്ച് കേൾക്കി മുസ്ലിയാരെ KH സൂരി എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഇസ്തിഹാസ ചൊല്ലത് സഹായാർത്ഥന അഥവാ സഹായം തേടൽ ചൊല്ലത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഒന്നാമത്തെ ഖലീഫ അല്ലേ, ഒന്നാമത്തെ സഹാബിയല്ലേ, ഒന്നാമത്തെ ഖലീഫയാണ്, ഒന്നാമത്തെ സഹാബിയാണ്. അബൂബക്കറും ഫിൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലല്ലേ സ്വർഗ്ഗത്തെ വാഗ്ദാനം നൽകിയ ആള്. അപ്പോ സ്വർഗ്ഗത്തെ വാഗ്ദാനം നൽകിയ ആള് ദുനിയാവിലെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അബൂബക്കർ സ്വർഗ്ഗത്തിലുണ്ട്. ആ സ്വർഗ്ഗത്തിലുള്ള അബൂബക്കർ തങ്ങൾ ശിർക്കാക്കാരല്ലേ. അതേ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ വഫാത്തായിട്ടാകുമ്പോ ഖബർ ഷരീഫ് റൗള ഷരീഫിനെ മുട്ട പോയിട്ട് ബായിന്റെ അവിടെ നിന്നിട്ട് അതാ അബൂബക്കറിൻ ഫിൽ ബാബ്, ഇത് അബൂബക്കർ ആയിട്ടിക്കട് ബായിന്റെ മുട്ട ഉള്ളത് നബിയെ, അതുകൊണ്ട് ഉൾഗ കിടത്തു പെർമിഷൻ തരണം നബിയെ. അങ്ങനെ നബി തങ്ങൾ പെർമിഷൻ തന്നെങ്കിൽ തന്റെ ഉൾഗത്തിൽ കിടത്തറു, പെർമിഷൻ തന്നില്ലെങ്കിൽ തന്നെ എന്താ കുറഞ്ഞ ജനത്തുൽ ബഖീൽ കൊണ്ടുപോയിട്ട് കിടത്തറു. കേട്ടാരല്ലേ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ജനാസ പോയിട്ട് റസൂലുള്ളാഹിന്റെ ജനാസ എന്റെ അടുത്ത് പോയിട്ട് അനുമതി ചോദിച്ചത്ര. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പൊ ജീവിച്ചിട്ടിരിക്കുന്ന ആള് മരിച്ചുപോയവരോട് ഇതുവരെ ഇസ്തിഗാസക്ക് തെളിവുണ്ട്, ഇമാം റാസിന്റെ ഇബാറത്തിലുണ്ട് എന്ന് തട്ടിവിട്ടു. എന്നിട്ട് ഇപ്പൊ പറയുന്ന ഈ ചങ്ങായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ മയ്യത്ത്, അവിടുത്തെ സർഫാക്കപ്പെട്ട ശരീരം മയ്യത്ത്, ആ ജനാസ പോയിട്ട് റസൂലുള്ളാഹിന്റെ ജനാസയോട് ഇസ്തിഗാസ ചെയ്തു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് പറ്റി മുസ്ലിയാക്കന്മാർ? അല്ലെങ്കിൽ പറയണം മുസ്ലിയാരെ, KH സൂരിന് മണിമണിയായിട്ട് മറുപടി തന്നെ പറ്റും. എന്തറിയോ? അല്ലെങ്കിൽ ആരാണ് ഈ ഇസ്തിഗാസ ആക്കിയതാരാ? ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് കൊണ്ടുപോയല്ലേ, പോയിട്ട് ആരാണ് റസൂലിന്റെ അടുത്ത് ചോദിച്ചത്? ഇസ്തിഗാസ ചെയ്തതാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മയ്യത്തല്ലേ പോയിനെ, അല്ലേ? എന്നിട്ട് ആരാണ്? അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാണ് ഇതിന് ഇസ്തിഗാസ ചെയ്തപ്പോഴാണ് ഈ സംഭവം കേട്ടത്? പിന്നെ ഒരു പച്ചക്കള്ളം നോക്കപ്പെടുന്നത്. അപ്പൊ ഈ വിഷയം വസിയത്താക്കിയതുപോലെ സ്വഹാബത്തീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിനെ മുട്ട വന്നായിരുന്നു. റൗള ശരീഫിനെ മുട്ട വന്നിട്ട് ഇതേപോലെ വസിയത്താക്കിയതുപോലെ ചൊല്ലുമ്പോ നബി തങ്ങൾ എന്താക്കിട്ട് അവിടെ പലക ചെന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് നബി ചൊന്തുകള സഹാബിങ്ങാറ് ഫസ്റ്റ് ചൊന്തു ഇയാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചൊല്ലു സഹാബാക്കൾ ആരാ സഹാബാക്കൾ? പറ, ആരാണ്? ഇത്തരം ഒരു വലിയൊരു സംഭവം ഉണ്ടെങ്കിൽ ആ സഹാബാക്കളെ പേരും ഇന്ന ആളുന്നതിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയും, നമുക്ക് പിന്നെ ചർച്ച നോക്കാം. പിന്നൊരു കളവ് കണ്ട, ഫാത്തിമിയാക്കളിട്ട പേര് ഇയാൾ കൊണ്ടു നടക്കുന്നത് ജന്നത്തുൽ ബഖീ. അള്ളാന്റെ റസൂലിന്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ആ സംഭവം അറിയാല. എന്തറിയോ? ജന്നത്തുൽ ബഖീ എന്ന പേര് തന്നെ അവർക്ക് അറിയാം. പിൽക്കാലത്ത് ഫാത്തിമിയാക്കൾ ഷിയാക്കളിട്ട പേര് ജന്നത്തുൽ ബഖീ. ഹദീസിലെല്ലാം ഇമാം ബുഖാരി എല്ലാം റിപ്പോർട്ടാക്കിയ ഹദീസിൽ ബഖീൽ ഗർഖദ് എന്ന പേരാണ് നമുക്കറിയുന്നത്. അപ്പൊ ഈ അറിയാത്ത പേര് ഇതിന്റെ ഇടയിൽ കളവിന്റെ ഇടയിൽ ഒരു കളവ് ഈ സൂരി മുസ്ലിയാർ കേൾക്കാം. ನನ್ನ ಹಬೀಬುಡೆ ಈ ಹಬೀಬುಡೆ ಮುಟ್ಟ ಕೆಡತರು ಶಿರ್ಕವಂಡ್ರೆ ಮರ್ಚರ್ ಬಿನ್ನಲ್ಲ ಕೇಕಡೆ കണ്ട ചിരി കണ്ട മർച്ചർ പിന്നല്ല കേക്കടെ. അപ്പൊ ഇത് ശിർക്കവണ്ടേ? മരിച്ചം പിന്നല്ലേ കേക്കടെ ചെന്നിട്ട് അരിവർത്ത ചിരി ആര് കേട്ടാറ്? ഈ പച്ച കള്ളം തട്ടിവിട്ടിട്ട് ഇത് തെളിയിക്കാൻ പറ്റും? ഏത് ഹദീസിലുള്ളത്? ഏത് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തത്? ഏത് ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത്?
പിന്നെ ഇയാള് ഇമാം റാസി റഹിമഹുള്ളന്റെ പേരിൽ ഒരു കളവ് തട്ടിവിടാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ക്ലിപ്പിലുണ്ടല്ലോ, അതിനെ നിങ്ങൾ തോല് ഒഴിച്ചിട്ട് ഞാൻ തരും ഇൻഷാ അല്ലാ. ഇപ്പൊ ഇവിടെ നമ്മളെ ചർച്ചയ്ക്ക് നിന്നിട്ട് ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് ഇയാൾ തരികിട പരിപാടി ഒപ്പിച്ചിട്ട് എങ്ങനെങ്കിലും ഇസ്തിഹാസക്ക് തെളിവ് കണ്ടെത്തുന്നത് എന്തോ അള്ളാന്റെ റസൂൽ വഫാത്തിന്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ ശിർക്ക് ചെയ്തതിന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഞങ്ങളടുത്ത് ചോദിക്കുന്ന സിദ്ദീഖുൽ അക്ബർ ശിർക്ക് ചെയ്തോ, പറയൂ വഹാബികളെ, നിങ്ങൾക്ക് വിവരണ്ട? ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ തീരെ ബുദ്ധി ഇല്ലാന്ന് ഏറ്റവും വലിയ തെളിവ് നോക്കി. ഓരോരോ വിഷയം ഈ ഖുറാഫി മുസ്ലിയാക്കന്മാരെടുത്ത് ഖുറാഫി എന്ന് പറയുന്നതിൽ ബേജാറുണ്ട് എനിക്ക്. എന്തൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഖുറാഫി എന്ന് പറഞ്ഞാൽ എന്തോന്ന് വിചാരിച്ചോ. ഖുറാഫി എന്ന് പറഞ്ഞാൽ ഈ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവർക്കാണ് ഖുറാഫികൾ എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂൽ വഫാത്തായ സന്ദർഭം എല്ലാവർക്കും അറിയല്ലോ. എന്തൊക്കെ സംഭവം ഉണ്ടായി? ആർക്കെങ്കിലും സഹാബാക്കൾക്ക് അള്ളാന്റെ റസൂൽ വഫാത്തായി എന്നതിന് ഉൾക്കൊള്ളാൻ പറ്റിയ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞപ്പോ ഉമർ ഖത്താബ് എന്ന് വാളൂരിയ ചരിത്രമില്ല. എന്നിട്ട് സമാധാനിപ്പിച്ചത് സിദ്ദീഖുൽ അക്ബർ മൗന സ്വഭാവത്തിന്റെ ആളല്ലേ, സൗമ്യ സ്വഭാവം. സിദ്ദീഖുൽ അക്ബറിനെ പോലെ അല്ലല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. റിട്ടേൺ ദേഷ്യം വന്ന് വാളൂര് ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ തലവെട്ടു. അപ്പോഴാണ് സൂറത്ത് ആല ഇംറാനിലെ 144 ആയത്തല്ലേ അള്ളാന്റെ റസൂൽ വഫാത്ത് ആ സറഫാക്കപ്പെട്ട ശരീരം അവിടെ ഇരിക്കവേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓതിയ ആയത്ത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബികും എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പ്രവാചകൻ അല്ല. എന്തൊക്കെ ഇതിൽ വിശദീകരണം പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിനു മുമ്പ് കുറെ പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്, അവരെല്ലാവരും മരിച്ചു. ഇന്നക്കും മയ്യിത്തൂൻ വ ഇന്നഹും മയ്യിത്തൂൻ. അതുകൊണ്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നിങ്ങൾ പറയുന്ന അള്ളാന്റെ റസൂൽ വഫാത്തായിക്കാൻ, അള്ളാഹ് വരെ വഫാത്തായിന്. എവിടെയാ നിങ്ങളെ അവസ്ഥ? എവിടെയാ നിങ്ങളെ പോക്ക്? അപ്പോ അള്ളാന്റെ റസൂൽ വഫാത്തായപ്പോ പോലും ദഅവത്ത് നടത്തിയ പാരമ്പര്യമാണ് അഹ്ലു സുന്നത്തിന്റെ പാരമ്പര്യമാണെന്നും അവിടെയും കിട്ടി. ഇതിന്റെ കളവ് ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞിട്ട് പച്ചക്കളവ് ഫാത്തിം ഷിയാക്കളിട്ട പേരിന് ഇയാൾ അരങ്കായിട്ട് കൊണ്ടു നടക്കുന്നു. സിദ്ദീഖുൽ അക്ബറിന് ഈ സംഭവം അറിയില്ല. ഈ കഥ ഉണ്ടല്ലോ, ഈ കള്ളക്കഥ കൊണ്ടുവന്നിട്ട് ഏറ്റവും ഈ ഗുരുതരമായ മഹാപാതകത്തിന് കൂട്ടുനിൽക്കുന്ന KH സൂരി മുസ്ലിയാർ ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് വൺ മൻ ഷോ ഒറ്റക്ക് ഈ അടിമീനും ഈ ചങ്ങായും കളിക്കുന്ന കളിയുണ്ടല്ലോ, ഈ ഇസ്ലാമിനെ തകർക്കൊരു കച്ച കെട്ടിട്ട് ഈ യഹൂദികൾ ആചാരമായിട്ട് വന്ന ആളാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. എന്തോ അടുത്ത ക്ലിപ്പിൽ ഞാൻ വിശദമായിട്ട് പിന്നൊരു വിഷയം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം വിട്ടിട്ട് 7 ദിവസം കൊണ്ട് മദീനത്തേക്ക് വന്ന് 2 ദിവസം കൊണ്ട് തിരിച്ചു പോയ ഒരു കഥ തട്ടിവിട്ടിട്ടുണ്ട്, ഒരു കള്ളക്കഥ. അതും ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ക്ലിപ്പിൽ കൊണ്ടുവരും. അത് വളരെ വ്യക്തമായ ഒരു കക്കുഞ്ച മുസ്ലിയാർ പേരന്റ് ഉരുണ്ടിട്ട് ആ കഥ കൊണ്ടുവന്നിട്ട് പൊട്ടി പാലിസായത് ഇൻഷാ അല്ലാഹ് ഇനും ഒരിക്കൽ കൂടി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത ക്ലിപ്പിൽ ഞാൻ വിശദീകരിക്കും. തൽക്കാലം ക്ലിപ്പ് നീളുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് നെഞ്ഞത്തേക്ക് കൊണ്ടവല എന്നല്ലേ? ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ചെയ്തു. എന്താ ദുനിയാവിൽ നിങ്ങൾ അങ്ങേറ്റം നിന്നതരായിക്കൊണ്ടുണ്ട്. എന്താ ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് വെച്ചിട്ട് ഇത്ര വല്ല പണ്ഡിതൻ നിന്ന് പൊട്ടി വെച്ചിട്ട് പബ്ലിക്കിൽ വെല്ലുവിളിക്കുന്ന ഈ KH സൂരി മുസ്ലിയാർ കേവലം ഒരു വാട്സപ്പിൽ നിൽക്കും പറ്റാത്ത ഒരു അവസ്ഥക്ക് നിങ്ങൾ വന്നിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദർശ പാപരത്വം. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്ക്. അടുത്ത ക്ലിപ്പിൽ നിങ്ങൾ ഓരോന്ന് ഇന്നലെ 1 മണിക്കൂറോളം തട്ടി വിട്ടിട്ട് ഒറ്റ ആളവിടെ അടിമിനും നിങ്ങളും നാടകം കളിച്ചതിന്റെ ഞാൻ ക്ലിപ്പെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്ന് വിശദമായിട്ട് നിങ്ങൾ നിർവന്തലക്ക് കൊട്ടു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്തരം ഫിത്തനകളിൽ നിന്ന്, ഈ പുരോഹിതന്മാരുടെ ഫിത്തനകളിൽ നിന്ന് സാധാരണക്കാർ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.